അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോർച്യൂണർ എടുക്കുള്ള നമ്മളൊരു പുതിയ മോഡിഫൈഡ് കാർ കാണിച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം. റിസ്ക് ആണ് കയറില്ല, നമ്മളങ്ങനെ കയറി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നമുക്കൊന്ന് എയർപോർട്ടിലൊക്കെ പോവാം. നമുക്കൊന്ന് പ്ലെയിൻ എടുക്കണം. നമ്മുടെ സ്വന്തം പ്ലെയിനാണ്, അതൊന്നും വിചാരിക്കൊന്നും വേണ്ട. നമ്മുടെ പ്ലെയിൻ തന്നെ എടുക്കണം. നമുക്ക് നേരെ പ്ലെയിൻ എടുക്കാൻ പോവാ. നമ്മൾ മോഷിക്കാനൊന്നും പോകണ്ടല്ല, നമ്മുടെ സ്വന്തം പ്ലെയിൻ നമുക്കൊന്ന് കുറേ ദിവസമായി ഇപ്പോൾ ഓടിച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ചിട്ടൊക്കെ വരാം. അത് അമ്മ തന്നെയാണ് നമ്മുടെ പ്ലെയിൻ, വേറൊന്നും നമ്മുടെ അല്ല. അപ്പോൾ നമുക്ക് പ്ലെയിൻ എടുക്കാം. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം. നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലെയിൻ എടുക്കാൻ പോവാം. ഇതാണ് നമ്മുടെ പ്ലെയിൻ. നമുക്ക് നമ്മുടെ പ്ലെയിനിൽ കയറാം. നമുക്കിനി പോവാം. നമ്മൾ പ്ലെയിന് തീ പിടിച്ച്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ പ്ലെയിനൊന്ന് പൊട്ടിത്തെറിച്ച് നമുക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റി നമ്മൾ രക്ഷപ്പെട്ട് നമ്മളപ്പോൾ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഗൈസ്. അപ്പം നമുക്കൊന്ന് പെട്രോൾ പമ്പിലൊക്കെ പോവാം. നമ്മുടെ താറ് അവിടെ വെച്ച് കത്തിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് പെട്രോൾ കുറവുണ്ട്. പെട്രോൾ പമ്പ് എത്തുമെന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടിടാം. അപ്പം അത്രയൊക്കെ ഉണ്ടാവും. നമുക്ക് നേരെ പോവാം പെട്രോൾ പമ്പിലേക്ക്. നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് പോവാം. നമ്മുടെ പഴയ വീടിൻ്റെ ബാക്കിലാണ് പെട്രോൾ പമ്പ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പഴയ വീട് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് അത് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ബ്രേക്കൊക്കെ പോയി ഒന്ന് ഇടിച്ചാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വേറെ ഫോർച്യൂണർ അയച്ച് ഇപ്പം നമുക്ക് അതും കൊണ്ട് പെട്രോൾ അടിക്കാൻ പോവാം. ഇതിലും പെട്രോളൊന്നും ഇല്ല. എന്തോ ഭാഗ്യത്തിനാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുവഴിയാണ് പോകേണ്ടത്. നമുക്ക് നമ്മൾ വീടിൻ്റെ ബാക്കിൽ കൂടെ പോവാം. അതാകുമ്പോൾ ഷോർട്ട് കട്ടാണ്. അതൊക്കെ ഇറങ്ങി പോകണം. ഇതാകുമ്പോൾ നേരെ അങ്ങോട്ട് പോയത് ഗൈസ്. ഇതേ കാണേണ്ടതാണ് പെട്രോൾ പമ്പ്. നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ ഫോർച്യൂണറിനൊക്കെ ബ്രേക്ക് കുറഞ്ഞു വരികയാണ് ഗൈസ്. അപ്പോൾ ടൊയോട്ട കമ്പനി തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ കമ്പനീനെ കുറ്റം പറഞ്ഞാൽ ഗൈസ്. ഏതൊരു ടൊയോട്ടയുടെ വണ്ടിക്ക് ബ്രേക്ക് കുറവുണ്ട്, അത് കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് പെട്രോൾ അടിക്കാം. ഇവിടെ ആരുമില്ല, നമ്മൾ തന്നെ അടിക്കണം. നമുക്കൊരു 2000 രൂപ കഴിയാം. പൈസ ഇവിടെ വച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2000 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമുക്കൊന്ന് ഗുജറാത്ത് വരെ പോകണം. നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കണവരൊക്കെ
നാട്ടിൽ പോയി. അപ്പോൾ അവരെ നമുക്കൊന്ന് വിളിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോവാം. അപ്പോൾ അവിടെ നമ്മളെ ട്രെയിൻ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടിയൊക്കെ നമുക്കിവിടെ ഇടാം. ഫോർച്യൂണർ ഇവിടെ കിടക്കട്ടെ. നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ട്രെയിനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ ഒരു 10,000 കോടി എടുത്ത് കൊടുത്ത് മേടിച്ചാണ്. ഇത് നമ്മുടെ സ്വന്തം തന്നെയാണ്, വേറെ അല്ലൊന്നുമല്ല. നമുക്ക് വണ്ടി എടുക്കാം. നമ്മുടെ ട്രെയിൻ ഓടി തുടങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടി അപ്പോൾ മാറിപ്പോവും. നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗുജറാത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കും. പ്ലെയിനിൽ പോവാണെങ്കിൽ ഒരു ദിവസം മതി. പക്ഷേ നമ്മൾ പ്ലെയിനിൽ പോകാമെന്ന് ഓർത്ത് ആദ്യം എടുത്തപ്പോൾ നമ്മുടെ പ്ലെയിനൊന്ന് കത്തിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ പോണേ. അപ്പോൾ ട്രെയിനിലാവുമ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. വേറെ ട്രെയിനൊന്നും ഈ നമ്മുടെ നാട്ടിലില്ല. ഗുജറാത്ത് എത്തിയാലേ ഉള്ളൂ. അവിടെ ആയാലും കുറവാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ നമ്മുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗുജറാത്ത് അവിടുന്ന് തിരിച്ചു വന്ന വീഡിയോയൊക്കെ എത്തണ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം ഗൈസ്. അപ്പോൾ നാളെ ഗുജറാത്ത് തിരിച്ചു വന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ. ടാറ്റാ.